ഞാൻ കടയിൽ പോയി രാവിലെ 6 മണിക്ക് ഇവിടുന്ന് പോകും. വൈകിട്ട് തിരിച്ചെത്തുമ്പോൾ 10 മണിയാവും. പക്ഷേ ഞാൻ എൻ്റെ വണ്ടിയുടെ ഹോർണടി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ 4 മക്കളും ഓടി വന്ന് കഥകൾ തുറന്നു. അത് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണ്. അത് അനുഭവിച്ചറിയുമ്പോഴാണ് നമുക്കതിൻ്റേതായ ഒരു സന്തോഷം നമുക്ക് ലഭിക്കുന്നത്. എൻ്റെ പേര് സാബു. എൻ്റെ ഭാര്യയുടെ പേര് ജിനി. ഞങ്ങൾക്ക് 4 മക്കളാണ്. മൂത്ത മകൻ്റെ പേര് സാജിയോ, +2 പഠിക്കുന്നു. രണ്ടാമത്തെ മകൻ്റെ പേര് ക്ലെൻഡോ, 10th പഠിക്കുന്നു. മൂന്നാമത്തെ മകളാണ്, അവളുടെ പേര് ക്രിസ്റ്റീന, UKG പഠിക്കുന്നു. 4ാമത്തെ ആൺകുട്ടിയാണ് ആദം സാബു, ഇപ്പോൾ അടുത്തുള്ള അംഗനവാടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് ജിനി. ഇരിഞ്ഞാലക്കുട രൂപതയിലെ കുറ്റിക്കാട് സ്ഥലത്താണ്, ഇടവകയിലാണ് ഞാൻ താമസിക്കുന്നത്. ഞങ്ങളുടെ മൂത്ത 2 മക്കൾക്ക് ശേഷം ഞങ്ങൾക്ക് ഇപ്പോൾ ഈ 3ാമത്തെ പെൺകുട്ടിക്ക് 10 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആദ്യം ആദ്യത്തെ 2 മക്കൾ കഴിഞ്ഞതിന് ശേഷം 3ാമതൊരാൾ പെട്ടെന്ന് വേണ്ട, ഒരു വീട് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതി എന്ന് തീരുമാനം ഉണ്ടായിരുന്നു. വീട് പണി എല്ലാം കഴിഞ്ഞതിന് ശേഷം 3ാമത്തെ ആൾ ആയത്. പിള്ളേർ കൂടുന്തോറും നമുക്ക് നമ്മുടെ വീട്ടിൽ ഓരോ സന്തോഷങ്ങളും കാര്യങ്ങളും കടന്നു വരാൻ തുടങ്ങി. ഇന്നത്തെ കാലത്ത് സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കത്തിൽ പോകുന്ന ഒരു കാലമാണ്. അത് 2 പിള്ളേർ ഉള്ളതിനേക്കാളും 4 പിള്ളേരാകുമ്പോൾ അതിൻ്റെ ചിലവുകളും കാര്യങ്ങളും ദൈനംദിനം പ്രതി എല്ലാ കാര്യങ്ങളും കൂട്ടിമുട്ടിച്ച് പോകാനായിട്ട് വളരെ കഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും നമുക്ക് 2 മക്കളുള്ളപ്പോൾ വരുമാനം, ഇപ്പം 3ാമത്തെ മകളായപ്പോൾ ഒരു വരുമാനം, നമ്മൾ ആ വരുമാനത്തിന് കൂട്ടാൻ, ആ വരുമാനത്തിന് വർധനവ് കണ്ടെത്താനുള്ള ശ്രമത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അത് ദൈവം ഞങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹങ്ങൾ തരുകയും ചെയ്തു. ഇതിപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം 4ാമത്തെ മകളുണ്ടായി. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കടയിൽ പോയി രാവിലെ 6 മണിക്ക് ഇവിടുന്ന് പോകും. വൈകിട്ട് തിരിച്ചെത്തുമ്പോൾ 10 മണിയാവും. പക്ഷേ ഞാൻ എൻ്റെ വണ്ടിയുടെ ഹോർണടി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ 4 മക്കളും ഓടി വന്ന് കഥകൾ തുറന്നു. അത് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണ്. അത് അനുഭവിച്ചറിയുമ്പോഴാണ് നമുക്കതിൻ്റേതായ ഒരു സന്തോഷം നമുക്ക് ലഭിക്കുന്നത്. മൂത്ത മകൻ സാജിയോ, അവനാൾ ഒരു ഒതുങ്ങിയ മട്ടിലാണ്. അധികം ശരിക്കും അവന് അധികം പുറത്തെ ബുദ്ധിമുട്ടുള്ള പണികളൊന്നും എടുക്കാൻ പറ്റാത്തൊരു അവന് തയ്യാറാവില്ല. പക്ഷെ രണ്ടാമത്തെ വന്നു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂടുതല. പക്ഷേ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സന്നദ്ധ കാണിക്കുന്നവനാണ്. അപ്പോൾ അമ്മയ്ക്ക് എപ്പോഴും ഹെൽപ്പായിട്ട് 2ാമത്തെ ഉണ്ടാവാറുണ്ട്. പിന്നെ കുഞ്ഞുമക്കൾ 3ാമത്തെ അവളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അവൾക്ക് എന്തൊക്കെ ഇപ്പോഴത്തെ ഈ പ്രായത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അമ്മയ്ക്ക് സഹായിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റേത് ഇളയ കൊച്ച് അതിനുള്ള പ്രായമായിട്ടില്ലല്ലോ. മക്കള് കൂടിയതിനനുസരിച്ച് ഞങ്ങൾ വരുമാന മാർഗം കടയിൽ തന്നെ കൂട്ടി ഓരോ ഐറ്റങ്ങളായാലും സാധനങ്ങളായാലും കൂട്ടി എടുത്തിരുന്നു. അതിനനുസരിച്ച് വരുമാനം വരുന്നുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു. എനിക്ക് മുന്നുണ്ടായിരുന്നത് ഞങ്ങൾക്ക് മുന്നൊരു ചായക്കടയായിരുന്നു. അപ്പോൾ മക്കൾ വലുതാനുസരിച്ചോ ഓരോ മക്കൾ കൂടി വരുന്നതനുസരിച്ച് നമുക്ക് വരുമാനം കൂട്ടാതെ രക്ഷയില്ല, വേറൊരു മാർഗ്ഗമില്ല. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഓരോ മക്കളുടെ ജനിക്കും തോറും നമ്മൾ അതിനനുസരിച്ച് വരുമാന മാർഗം അവിടെ
കൂട്ടിക്കൊണ്ടുവരാനുള്ള മാർഗ്ഗങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ ചായക്കടയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ സൈഡായിട്ട് കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ ഇറക്കി. പിന്നെ ഫ്രൂട്ട്സ്, അതേപോലെ കൂൾ അങ്ങനെ എല്ലാം കൂടി വന്നപ്പോൾ നമുക്ക് മുന്നുണ്ടാക്കിയപ്പോൾ 2 കുട്ടി മക്കളുള്ളപ്പോൾ വരുമാനത്തിനേക്കാളും വരുമാനം ഇപ്പം നമുക്കത് അവിടുന്ന് കണ്ടെത്താൻ സാധിച്ചു. ഇതൊക്കെ നമുക്ക് ഉറച്ച പ്രാർത്ഥനയുടെ ഒരു ഫലമാണ്. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് സാമ്പത്തിക ഭദ്രതയിൽ എനിക്ക് ഉണ്ടായി തുടങ്ങിയത്. അതിന് ഈ സാമ്പത്തിക ഭദ്രതയ്ക്ക് അതിൻ്റെ ചുക്കാനും എല്ലാ കാര്യത്തിലും എന്നോടൊപ്പം നിന്ന എൻ്റെ ജീവിത പങ്കാളി ഈ ഞങ്ങൾ ഒരുമിച്ച പ്രാർത്ഥനയും കൂടിയായി. ഇപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെതായ മുന്നേറ്റം ഉണ്ടായി. ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾക്കത് മുന്നേറാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾക്കും 2 ആൾക്കും മാത്രമേ മൊബൈലുള്ളൂ. അവർക്ക് മൊബൈൽ ഇന്നുവരെ വാങ്ങിച്ചിട്ടില്ല. അവരോട് പറയും +2 കഴിഞ്ഞ് മൊബൈൽ വാങ്ങിച്ചു തരാം എന്ന് പറയും. ഇവിടെ വരുമ്പോൾ മാത്രം അവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കും. അല്ലെങ്കിൽ റെക്കോർഡും കാര്യങ്ങളും എഴുതാൻ വരുമ്പോൾ അതിന് കൊടുക്കും. എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കാണും. അത് കഴിയുമ്പോൾ പിന്നെ ഞാൻ മൊബൈൽ വാങ്ങിച്ച് ഞാൻ എടുത്തു വയ്ക്കും. കൂടുതൽ നേരം കാണിക്കാൻ ഞാൻ സമ്മതിക്കാറില്ല. പിന്നെ അത് പഠിപ്പിനെ ബാധിക്കും അതിൻ്റെ പേരിൽ. പിന്നെ കുഞ്ഞുങ്ങൾക്കായാലും കുറേ നേരം വാശി പിടിച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം നമ്മുടെ പണികൾ എന്തെങ്കിലും കഴിയാൻ വേണ്ടി അവർക്ക് മൊബൈൽ കൊടുക്കും. അതൊരു പരിധി വിട്ട് കഴിഞ്ഞാൽ TV ഒക്കെ വെച്ചിട്ടാണ് പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാം. അത് വിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് മൊബൈൽ അവരേൽ കൊടുക്കുള്ളൂ. മൂത്തവരായാലും മൊബൈലിൻ്റെ അഡിക്റ്റ്, അതായത് ഗെയിം കളി, അങ്ങനെയുള്ള റീൽസ്, ഷോർട്സ്, അങ്ങനെ അതിനൊരു അഡിക്റ്റായി ഇന്ന് വരെ ആയിട്ടില്ല. ഞങ്ങളുടെ കൈപ്പിടിയിൽ നിന്ന് തന്നെ നിൽക്കണേ അവർ 2 ആളും. അതിനെ അനുവദിക്കാറില്ല. ഭാര്യയും ഭർത്താവുമുള്ള സ്നേഹം അത് കുഞ്ഞുനാൾ മുതൽ അതേ ആത്മീയതയിൽ ഭാര്യയും ഭർത്താവും കൂടി സ്നേഹത്തോടും ആത്മീയതയിലും വളരുമ്പോൾ അത് വളർന്നു വരുന്ന കുഞ്ഞുമക്കൾ ഇത് നമ്മളിൽ നിന്ന് കണ്ടുപിടിച്ച് അവർക്കൊരു മാതൃകയായിട്ട് നമ്മൾ തീരാൻ സാധിക്കും. അതുപോലെ നമ്മുടെ വീട്ടിലെ ആത്മീയതയിലെ സ്നേഹത്തിലും മുന്നോട്ട് പോകുമ്പോൾ അവർ പുറത്തിറങ്ങി പോയാലും അവർ നന്മകൾ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതായിരിക്കും. തെറ്റിലൂടെ സഞ്ചരിക്കാതെ നല്ല മാർഗത്തിലേക്ക് അവർ സഞ്ചരിക്കാനുള്ള അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടണം. അത് സംശയമില്ല. 4 ആൾക്കും ഒരേപോലെ ഡ്രസ്സിൽ നിന്ന് അവർ വാശി പിടിക്കാറില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്തവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാര്യങ്ങൾക്ക് മനസ്സിലാക്കി അവർ ചെയ്യും. എല്ലാവർക്കും ഒരേപോലെ എടുക്കാൻ അല്ലെങ്കിൽ ഒരുമിച്ച് എടുക്കണമെന്ന് മൂത്തവരായാലും പറയില്ല. പപ്പയുടെ പൈസ ഉണ്ടോ അവർക്ക് കുറേശ്ശെ വാങ്ങിക്കും. ആദ്യം ചിലപ്പോൾ മൂത്തവന് വാങ്ങിക്കും. ആദ്യം അങ്ങനെയല്ലായിരുന്നു. 2 ആളുള്ളപ്പോൾ 2 ആൾക്കും ഒരേപോലെ തന്നെ എല്ലാ ഡ്രസ്സായാലും എന്ത് സാധനമായാലും സ്കൂളിൽ പോണ കാര്യങ്ങളായാലും എല്ലാം ഒരേപോലെ ആയിരുന്നു. ഇപ്പം മൂത്തവൻ്റെ കൺസെഷനിൽ തന്നെ മൂത്തവന് വാങ്ങിച്ചു കൊടുത്തിട്ട് രണ്ടാമത്തവന് പിന്നെ ആയാലും വാങ്ങിച്ചു കൊടുത്താൽ മതി. സ്കൂൾ തുറക്കുമ്പോൾ എല്ലാവർക്കും വാങ്ങിക്കും. അല്ലാണ്ട് ഇടയിൽ പോണതൊക്കെ അവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളും. പിന്നെയും വാശി പെൺകൊച്ചിനാണ്. അവൾക്ക് ഇന്നത് കിട്ടണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. അതിന് ഒരാളുള്ള കാരണം. അപ്പം അവൾക്കും അഡ്ജസ്റ്റ് ചെയ്ത് പോണ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വാശിയേറിയൊരു അവിടെ വരണില്ല. മതബോധനം എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പോകുന്ന പിള്ളേരാണ്. അത് ഞാൻ കടയിൽ നിന്ന് വരുമ്പോൾ ആയാലും എഴുന്നേറ്റ് മിക്ക ദിവസങ്ങളിലും തന്നെ മൂത്തവരാണ് പോണത്. തന്നെ എഴുന്നേറ്റ് അവർ റെഡിയായി നിൽക്കും. ഞാൻ കൊണ്ടാക്കുക ചെയ്യാം. അവർക്ക് മുടങ്ങാതെ പോകാൻ അവർക്ക് ഭയങ്കര താല്പര്യമാണ്. പള്ളിയായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് പോകാനായിട്ട്. കുർബാനയ്ക്കൊക്കെ ആയാലും രണ്ടാമത്തവനൊക്കെ ചിലപ്പോണെങ്കിൽ പള്ളിയിലുള്ള കല്യാണത്തിൻ്റെയും മറ്റുള്ള കുർബാനയ്ക്കൊക്കെ 5 കുർബാന വരാൻ കാണാൻ തയ്യാറാവും. അങ്ങനെ ഒരു മടിയൊന്നുമില്ല. പ്രാർത്ഥനയായാലും ചേട്ടനില്ലെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് എത്തിക്കാറുണ്ട്. പ്രാർത്ഥന എത്തിക്കാനും മടിയൊന്നുമില്ല. ഒരുമിച്ച് എത്തിക്കാനായാലും കുഴപ്പമില്ല.
നമ്മുടെ ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഓരോ ദമ്പതിമാർക്ക് ഒരു മകൻ 2 മകൻ അങ്ങനത്തെ അവസ്ഥയിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുപോലെ ഇവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞിട്ട് ഇവരെ +2 വരെ ഇവിടെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരെ UK, കാനഡ, അമേരിക്ക അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇവരെ ജോലി കൂടുതലുള്ളതിനാൽ അയക്കുകയാണ് അവരെ ജോലി സാധ്യതയ്ക്ക് വേണ്ടി. അങ്ങനെ അവരവിടെ സെറ്റിൽമെൻറ്റായി കഴിയുമ്പോൾ വാർദ്ധക്യകാലത്ത് ഇവിടെയുള്ള നാട്ടിലുള്ള മാതാപിതാക്കൾക്ക് സംരക്ഷണം കൊടുക്കുവാനോ അവർക്ക് വേണ്ടതായ ചികിത്സ ലഭിക്കുവാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടതായ സഹായങ്ങൾ ചെയ്യുവാനോ ആരോരുമില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇന്നിവിടെ വാർദ്ധക്യത്തിൽ കഴിഞ്ഞുകൂടുന്ന നമ്മുടെ അപ്പനമ്മമാരുടെ അവസ്ഥ. ഏത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും മക്കൾ എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും എൻ്റെ മകൻ UK-യിലാണ്, ലണ്ടനിലാണെന്നൊക്കെ പറയും. പക്ഷേ അവർക്ക് സംരക്ഷണം കൊടുക്കാൻ സ്വന്തം മക്കൾ ആരില്ലാത്ത അവസ്ഥയാണ് പല വീടുകളും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കൂട്ടുകുടുംബം മക്കൾ കൂടും തോറും ആ വീട്ടിൽ യാതൊരു സംശയമില്ല കാരണന്മാർക്ക് കൂടുതൽ അത് ഗുണമുണ്ടാവുള്ളൂ. ആരെങ്കിലും ഒരാൾ ആ കാരണന്മാരെ നോക്കാനായിട്ട് വീട്ടിലുണ്ടാവും എന്നുള്ളത് സംശയിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം ചെയ്യണത്. ഓർപ്പിക്കുന്ന സമയത്ത് പെങ്ങളും അളിയനും ഇളയപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു, അമ്മായിമാരൊക്കെ ഉണ്ടായിരുന്നു. അവർ സന്തോഷത്തോടെയാണ് വന്ന് എല്ലാം ഉറപ്പിച്ച് അന്ന് സന്തോഷമായി ഭക്ഷണം കഴിച്ചാണ് പിരിഞ്ഞു പോയത്. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് കൂടുതൽ അടുക്കുവാനും ആ സ്നേഹബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഇപ്പം യാതൊരു വഴക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ അഥവാ ഉണ്ടാവായാലും അതിനേരം നീണ്ടു നിൽക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. എന്തിനും ഏതിനും എൻ്റെ ഒപ്പം ആള് ഉണ്ടാവാറുണ്ട്. വിഷമഘട്ടങ്ങളായാലും സ്നേഹം ഉണ്ടായാലും സന്തോഷം ഉണ്ടായാലും വിഷമങ്ങളുണ്ടായാലും എന്തും എൻ്റെ കൂടെ ചേട്ടനുണ്ടാവാറുണ്ട്. എൻ്റെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അതനുസരിച്ച് അവർ എന്നോട് പെരുമാറുകയും അതുപോലെ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാണ്ട് വന്നാലും ഞാൻ തന്നെ പറയാതെ അത് അമ്മേനെ പോയി ശുശ്രൂഷിക്കാനൊന്നും യാതൊരു മടിയൊന്നും കാണിക്കാറില്ല. അപ്പം നമുക്കതൊരു സന്തോഷമായ ഒരു കാര്യമാണ്. ദേഷ്യം ഉണ്ടെങ്കിൽ ആളുടെ മുഖത്തു നിന്ന് തന്നെ ഞാൻ അറിയാം എനിക്ക് ഇന്നത് ചെയ്യുന്നത് ഇഷ്ടമല്ല, അപ്പം അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ അറിയാം. മുഖത്തു നിന്ന് തന്നെ ആളുടെ വായിക്കാറുണ്ട്. 4 മക്കൾ ഇപ്പം രാവിലെ എൻ്റെ ഒപ്പം വന്നിട്ട് കടയിൽ വന്നിട്ട് അത് ഒരു 7 മണിയാകുമ്പോൾ വീണ്ടും തിരിച്ച് വന്ന് ഈ 4 മക്കളും ഇത്ര സമയത്തിനുള്ളിൽ യാത്രയാക്കി സ്കൂളിൽ പറഞ്ഞു വിട്ട് അത് വീണ്ടും ഞങ്ങൾക്ക് ഭക്ഷണം വെച്ച് വീണ്ടും എനിക്ക് ഭക്ഷണം ഉച്ചയ്ക്ക് കൊണ്ടുവരണം. അതിൻ്റെ വീണ്ടും ഒരു 3:30 ആകുമ്പോൾ മക്കൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് വീണ്ടും കടയിൽ നിന്ന് വരുന്നത് അത് കഴിഞ്ഞ് മക്കളൊക്കെ പഠിപ്പിച്ച് അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കട അടയ്ക്കാറാകുമ്പോൾ എന്നെ കൊണ്ടുവരാനായിട്ട് വണ്ടിമ വന്ന് ഞങ്ങൾ 2 പേരും കൂടി കട അടച്ച് വരുമ്പോൾ ഇത് നമുക്ക് കിട്ടുന്നൊരു സന്തോഷം തന്നെ. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാതിരിക്കാൻ സമയം കിട്ടാറില്ല. പക്ഷെ അത് ഞാൻ ത്യാഗത്തിലൂടെയാണ് ഞാൻ ചെയ്യാറുണ്ട്. അത് എങ്ങനെയെങ്കിലും സമയം ഇന്ന സ്ഥലത്തേക്ക് പോകണം അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് പണിയും അവിടെ മാറ്റി വെച്ച് ആ ത്യാഗം ചെയ്യാൻ ഞാൻ നോക്കും. അങ്ങനെയാണ് ഞാൻ ദൈവത്തിനെ പിന്നെ നടന്നു പോകുമ്പോഴൊക്കെ ഞാൻ വിശ്വാസപ്രമാണം എത്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൊന്ത എത്തിക്കാൻ നടന്നു പോണ സമയത്ത് അങ്ങനെയായിരുന്നു. ഇവിടുന്ന് കട എത്തണ വരെ ഞാൻ ചിലപ്പോൾ ഒരു കൊന്തെത്തി അല്ലെങ്കിൽ കരുണ കൊന്ത എത്തിക്കുകയായിരുന്നു. വണ്ടിമേ ആയതുകൊണ്ട് ചിലപ്പോൾ പല വിചാരങ്ങളൊന്നും ഇല്ലെങ്കിൽ വിശ്വാസപ്രമാണം എത്തിച്ചാൽ ഞങ്ങൾ വണ്ടിമേ പോവാറ്. ഇതിന് ഒക്കെയും പ്രധാന ഘടകം എന്ന് പറയുന്നത് നമുക്ക് ആത്മീയമായ ദൈവശക്തി അവിടെ ഉണ്ടാവണം. ആത്മീയമായിട്ട് മുന്നോട്ട് പോയാൽ ഒന്നിനും ഒരു കുടുംബത്തിനും തകർക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. അത് നമ്മൾക്ക് ഉണ്ടാകുന്ന മക്കളായാലും അവർക്ക് കൂടുതൽ ആത്മീയത വളർത്തുവാനും സ്നേഹത്തിനും സന്തോഷത്തിനും വളർത്തുവാനും അത് ലോകത്തിന് നമുക്ക് മറ്റുള്ള കുടുംബങ്ങൾക്ക് മാതൃകയാക്കാനും ഇതിനൊക്കെ ഏക ശക്തി നമ്മുടെ ആത്മീയ ജീവിതം തന്നെയാണ്.
കാലത്ത് 6 മണിക്ക് എഴുന്നേൽക്കാറുള്ളൂ, നേരത്തെ എഴുന്നേൽക്കാറില്ല. എഴുന്നേറ്റ് കഴിഞ്ഞാൽ നേരം പോണതേ അറിയാറില്ല. രാത്രി 10 മണി ആയി എങ്ങനെയാ ഒരു 10-12 മണിയാവും കിടക്കുമ്പോൾ. അത് വരെ ഞാൻ സമയം പോണില്ല എന്ന് ഞാൻ വിചാരിക്കാം. എനിക്ക് അറിയാറില്ല, സമയം പോണത് അറിയാറില്ല. കാലത്ത് കടയിൽ പോവും, വരും, പിള്ളേരെ കാര്യം നോക്കും, വരും, വീട്ടിലെ കാര്യങ്ങൾ എല്ലാ പണികളും കഴിഞ്ഞ് എൻ്റെ നിന്ന് പോകാറില്ല. എന്നാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഓടി പടഞ്ഞ് കഴിഞ്ഞ് വീണ്ടും പോവും. അത് കഴിഞ്ഞ് 3:30 ആകുമ്പോൾ വീണ്ടും വന്ന് ഇവരെ കാര്യങ്ങൾ നോക്കി പഠിപ്പിച്ച് കഴിഞ്ഞ് വീണ്ടും കട അടയ്ക്കുന്നതിന് മുന്നേ അവിടെ സാധനങ്ങളൊക്കെ ഒതുക്കി വയ്ക്കാനും കാര്യങ്ങളും. അപ്പോൾ വീണ്ടും അവൻ പോയി വരുമ്പോഴേക്കും 10 മണി 10:30 കഴിയും. 11 മണി 12 മണിയാകുമ്പോഴേക്കും എടുക്കും. ഞാൻ ശരിക്കും പറഞ്ഞാൽ നേരമായിട്ട് വിവാഹം കഴിച്ചവരാണ്. ഞങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ 33 വയസ്സ് പ്രായമുണ്ട്. അതിനേക്കാളും മൂത്ത ഒരു കക്ഷി ഉണ്ടായ കാരണം എനിക്ക് എൻ്റെതായ സമയങ്ങൾ വീണ്ടും നീണ്ടുപോയി. അപ്പോൾ എപ്പോഴും എത്രയും വേഗം കല്യാണം കഴിക്കുമ്പോൾ ഒരു 27 വയസ്സിൻ്റെ ഉള്ളിൽ ഒരു എന്തായാലും കല്യാണം കഴിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇതിൽ എത്ര പ്രായം കുറഞ്ഞവരും കല്യാണം കഴിച്ചാലും പ്രധാനം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രായത്തിൽ എത്ര വ്യത്യാസം ഉണ്ടായാലും കുഴപ്പമില്ല. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പ്രായ വ്യത്യാസമായാലും കുഴപ്പമില്ല. ഈ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ വിശുദ്ധാത്മാവിൻ്റെ ഇടപെടലും ശക്തിയായിട്ട് വേണം. അവർ വൈകി കല്യാണം കഴിക്കുന്നതിൻ്റെ ഉദ്ദേശം ഒന്ന്, അതുവരെ നമുക്ക് റിലാക്സായി നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാം, ഒറ്റയ്ക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ആരും ആശ്രയിക്കാണ്ട് ജീവിക്കാം എന്നുള്ള രീതിയിലായിരിക്കാം ഒരു പക്ഷേ ഇപ്പം വൈകി കല്യാണം കഴിക്കുന്ന പെൺപിള്ളേരുടെ ആഗ്രഹങ്ങളും. ഒട്ട് കേട്ടേക്കണതും അങ്ങനെ തന്നെയാണ്. അത്യാവശ്യം ഒരു 10, 20, 22 വയസ്സൊക്കെ ആകുമ്പോൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു ദൈവം കഴിച്ച് മക്കളൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു വലുതായി വരുമ്പോഴേക്കും നമ്മളൊന്ന് ഫ്രീ ആവും. ഒരു 5-6 വയസ്സ് വരെ നമ്മുടെ മക്കള് നമ്മൾ കൂടെ നിന്ന് 10 വയസ്സ് വരെ, മാക്സിമം 10 വയസ്സ് വരെ നമ്മൾ അവരെ കൂടെ നിന്നാൽ മാത്രമാണ് അവരെ കെയർ ചെയ്ത് പോരാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അവരെ അത്യാവശ്യം അവരുടേതായ കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും. ആ ഒരു ഫ്രീ കിട്ടണമെങ്കിൽ ഇത്തിരി കൂടി നേരത്തെ കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. ആര് കൂടുതൽ തെറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് 2 ദിവസം കഴിയുമ്പോൾ 5 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് അത് ഒന്നും മിണ്ടാനും ആഗ്രഹിക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് വരും. അതുപോലെ തന്നെ ഇപ്പം ഞാൻ തെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു സ്നേഹം കൂടാനായിട്ട് എത്ര ദിവസം നടക്കും? 4 മക്കളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അത് അങ്ങനത്തെ ഒരു വഴിക്ക് നീട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല കുടുംബത്തിൽ. അത് കൂടി വന്ന ഒരു ദിവസം അല്ലെങ്കിൽ 1 ദിവസം നിൽക്കാൻ നിൽക്കുള്ളൂ. അതിനുള്ളിൽ നമ്മളത് സന്തോഷകരമായി മുന്നോട്ട് പോകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇപ്പോൾ പിള്ളേരെ നോക്കണമെങ്കിൽ നമ്മളൊരു വഴിക്ക് പോകണമെങ്കിൽ നമ്മുടെ കൂടെ കൊണ്ടുപോകണം. ഇവിടുത്തെ എൻ്റെ സാഹചര്യം മൂത്തവർ വലിയവരായതുകൊണ്ട് എനിക്ക് അവരെ ആക്കികൊണ്ട് പോകാൻ സാഹചര്യമുണ്ട്. ഇല്ലാത്തൊരു വീട്ടിൽ ഒരു അമ്മ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ കടയായ എൻ്റെ പേരിൽ നമ്മൾ കടയിൽ പോയി വരുമ്പോഴേക്കും ഒന്നും അല്ലെങ്കിൽ ഒന്ന് അടിച്ചു വാരേ എന്തെങ്കിലും ഒരു സഹായം അമ്മ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവും. ഇത് ആരും ഇല്ല. എപ്പോഴും നല്ലത് കൂട്ടുകുടുംബം തന്നെയാണ്, സഹകരണം ഉള്ള കുടുംബത്താണെങ്കിൽ. അല്ലെങ്കിൽ എന്നും ഇഷ്ടപൂർവമായി നടക്കണ വീടുകളിൽ അത് നടക്കണ നല്ല കാര്യങ്ങളല്ല ആവില്ല. അത് ഇന്നും ഇഷ്ടപൂർവമായി സന്തോഷം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. പരസ്പരം യോജിച്ചു പോകണം. അങ്ങനെ ഒരു കുടുംബമാണെങ്കിൽ നല്ലതാണ്. കാരണം നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നമുക്ക് ഇപ്പോൾ എനിക്ക് 4 മക്കളുണ്ട്, ഞങ്ങൾക്ക് 4 മക്കളുണ്ട്. ആ മക്കളുടെ കാര്യങ്ങൾ നോക്കാനും പിടിക്കാനും. എന്നിരുന്നാലും നമ്മളെക്കാളും അവസ്ഥയുള്ള ടീമുകൾ ചുറ്റുവട്ടത്തും അങ്ങോട്ടും തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാവുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾക്ക് ആവാവുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാറുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വേളങ്കണ്ണിയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കണത്. വേറെ എങ്ങും ഞങ്ങൾ പോയിട്ടില്ല. പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ നീണ്ട ദിവസങ്ങളിൽ എടുത്തു പോകാൻ സാധിക്കാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അത് എടുക്കാറില്ല. നമ്മൾ രാവിലെ ഇവിടുന്ന് എനിക്കുമ്പോൾ കടയിൽ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. കടയിൽ ചെന്നാലും അതന്നെ. അപ്പോൾ നമുക്ക് വേറെ സമ്പാദ്യമില്ല. നമുക്ക് 4 മക്കളെ പോറ്റണം. അപ്പോൾ ഇന്നത്തെ 100 കാര്യങ്ങളുണ്ടാവും. അതൊക്കെ രാവിലെ ഏൽപ്പിക്കുക. നമ്മൾ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കട തുറക്കണം. പിന്നെ നമുക്ക് നമ്മുടെ പല ഘട്ടങ്ങളിലും നമുക്ക് സാമ്പത്തികമായിട്ടും പല ഇപ്പം എൻ്റെ 4ാമത്തെ അവന് ഒരിടയ്ക്ക്
4 മക്കളിൽ എനിക്ക് പേടിപ്പിച്ചത് എൻ്റെ 4ാമത്തെ മകൻ. അത് അവന് ഒരിടയ്ക്ക് നമ്മളിങ്ങനെ കൈമൊക്കെ പിച്ച് കഴിഞ്ഞാൽ അവിടെ ബ്ലഡ് കൊട്ടാവുന്ന ഒരു പരിപാടി. അപ്പോൾ അന്ന് ഈ പ്ലേറ്റ്ലേറ്റർ കുറഞ്ഞു പോകാം. അത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും ആകെ പേടിച്ചു പോയി ഒരു കാര്യത്തിൽ. ഇപ്പോൾ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിലും അവിടുത്തെ ഡോക്ടർ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. ഇപ്പോൾ ഇടയ്ക്കേ പനി വരും, അപ്പോൾ പ്ലേറ്റുകൾ കുറയും. അത് കഫക്കെട്ട് വന്നാൽ പോയില്ല. ഇതാണ് ഇപ്പോഴത്തെ വിഷയം. തണുത്ത സാധനമൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾക്ക് എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശക്തി നമുക്ക് കിട്ടുന്നുണ്ട്. അത് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദൈവം നമ്മൾ തമ്മിലുള്ളൊരു അടുപ്പത്തിൻ്റെ ശക്തിയുണ്ട്. ഞാൻ നേരിട്ട് ഇവിടുന്ന് നമ്മുടെ ഭവനത്തിൽ നിന്ന് ടൂറ് പോയത് വേളാങ്കണ്ണി മാത്രമാണ്. വേറെ സ്ഥലങ്ങളിലേക്കൊന്നും അങ്ങനെ പോകാറില്ല. വർഷം അങ്ങനെ പോകാറുണ്ട്. കട 3-4 ദിവസം അടച്ചിട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊടുത്തു. ഇപ്പോൾ പോണേൻ്റെ ചിലവായാലും പിന്നെ അവർക്ക് ചിലവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ഈ കടയിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഒരു പക്ഷേ ഞാൻ പോയില്ല, എനിക്ക് പോകാൻ പറ്റില്ലെങ്കിലും ഞാൻ വലിയ മക്കളെയും ജീവിത പങ്കാളിയും ഞാൻ വിടാറുണ്ട്. വലിയ നോമ്പിൻ്റെ സമയത്ത് ഫുൾ നോയമ്പിൻ്റെ സമയത്തും കനകമല നോയമ്പെടുത്ത് കയറും, ഉപവാസം എടുത്ത് കയറാറുണ്ട്. വെള്ളം ഇവിടുന്ന് താഴേന്ന് വെള്ളം കുടിച്ച് പിന്നെ തിരിച്ചു വരാണ്ട് ഞാൻ വെള്ളം കുടിക്കുക. അങ്ങനെ ഇവർക്ക് വേണ്ടി അങ്ങനെ ഒരു ത്യാഗം ചെയ്യാറുണ്ട്. ഒരു കൊല്ലമായിട്ട് നോമ്പിലാണ്. ഈശോയായിട്ട് കൂടുതൽ നടക്കുന്നത് എൻ്റെ അപ്പനും ഇതുപോലത്തെ ചായക്കടയായിരുന്നു അപ്പനമ്മ നടത്തിയിരുന്നത്. പക്ഷെ അവർ വർഷങ്ങളായിട്ട് ചായക്കട നടത്തിയിട്ടും ഒരു സാമ്പത്തികമായ ഒരു നേട്ടം ഉണ്ടായിരുന്നില്ല. അവർ വാടകപ്പരയിലായിരുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനെ സാമ്പത്തികമായിട്ട് ഉണ്ടാക്കാൻ കഴിയാത്ത ഉണ്ടായില്ല. ഞങ്ങൾ 5 മക്കളാണ്. അപ്പോൾ ഇല്ലാത്ത സമയത്ത് എനിക്ക് അപ്പൻ്റെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവന് തീരെ വയ്യാണ്ടായപ്പോൾ ആ കടയിൽ ഒരു ചെറിയ ഭാഗം ഒരു റൂം എനിക്ക് കട നോക്കാനുള്ള ഒരു ഇത് കിട്ടി. പക്ഷേ എന്നോട് അപ്പോൾ പലരും ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, അപ്പനായിട്ട് ഇങ്ങനെ ഇത്ര വർഷമായിട്ട് കച്ചവടം ചെയ്തിട്ട് ഞങ്ങൾ ഇതിന് 4 മക്കളല്ലേ 5 മക്കളല്ലേ ഉള്ളൂ, അതിന് വേറെ സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നൊരു. അപ്പോൾ എന്നോട് തൊട്ടയലിക്കുന്നല്ല കുറച്ച് ദൂരമുള്ള സ്ത്രീ എന്നോട് പറഞ്ഞു, നമുക്കൊരു സ്ഥലം വരെ പോവാം, അവിടെ പോയി നമുക്ക് കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നിനക്ക് ചിലപ്പോൾ ഒരു മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ പോകാമെന്ന് പറഞ്ഞത് ശരിയായ രീതിയിലേക്കല്ല, യേശുവിൻ്റെ അടുത്തേക്കല്ല, വേറെ രീതിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആളെ കൊണ്ട് കണ്ട് സംസാരിച്ച് അതിൽ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് നൽകുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആളോട് പറഞ്ഞു, നമുക്ക് ഇത്ര നാളായില്ല അപ്പനും അമ്മയും ഇവിടെ കട നടത്തിക്കൊണ്ടിരിക്കുന്നു, അവിടെ അപ്പം ഈ ഒരു പുരോഗതിയും കിട്ടണില്ലല്ലോ, അത് നമുക്ക് പോവാം, ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് രാത്രി നമ്മൾ വ്യക്തിപരമായിട്ട് ശരിക്കും ഞാൻ പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ആളാണ്. അന്ന് രാത്രി ഞാൻ ബൈബിൾ എടുത്ത് വായിച്ച്, ബൈബിൾ ഇങ്ങനെ കുറച്ച് നേരം പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ബൈബിൾ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്കിൻ്റെ വചനം, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി നീ ദൈവത്തെ വിശ്വസിച്ചാൽ നീ നിൻ്റെ കുടുംബം രക്ഷപ്രാപിക്കുന്നുള്ളത്. ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, ഈ വചനം കിട്ടിയിരുന്നു ബൈബിൾ പടച്ച് അന്ന് അപ്പം തീരുമാനമെടുത്തു, ഇനി ഒരു ശ്രദ്ധയും വേണ്ട, ഈ കടയിൽ തന്നെ എൻ്റെ ജീവിതം ഈ കടയിൽ എന്ത് ഉണ്ടാക്കാൻ പറ്റുമോ അതിൽ സംതൃപ്തനാണ്. കുറച്ചായാലും കുഴപ്പമില്ല, കൂടുതലായാലും കുഴപ്പമില്ല, എന്താ അങ്ങനെ തരണോ അതിൽ ഞാൻ സംതൃപ്തനായിട്ട് ഞാൻ ജീവിക്കുകയാണെന്നിട്ട് ഇതിപ്പോൾ ഞങ്ങൾ വാടക പേരയിൽ കിടന്ന് ഇവിടെ വന്നതിന് ശേഷം ഈ സ്ഥലം വന്ന് മേടിക്കാനും വീട് പണിയാനും ഇതിൻ്റെ കടങ്ങളൊക്കെ ദൈവം സഹായിച്ച് അത് വീട്ടിൽ. അപ്പോൾ ഇപ്പം 4 മക്കളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആ കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി നിർവഹിച്ച് പോകാനായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഇപ്പം നമുക്കുണ്ട്. എത്ര സാധനം ഉണ്ടെങ്കിലും മക്കളെ നോക്കാൻ നമുക്ക് ഇത്തിരി കഷ്ടപ്പാടുണ്ടെങ്കിലും
നമ്മുടെ മക്കളെ നമ്മുടെ അരിയത്ത് നിർത്തി അല്ലെങ്കിൽ നമ്മളെ വരുമ്പോൾ അവർ ഒന്ന് ഓടി വരുമ്പോൾ ആ ഒരു സ്നേഹവും സന്തോഷവും കാണണമെങ്കിൽ നമുക്ക് മക്കളുണ്ടാവണം. ആ രാത്രി ആയാലും നമ്മുടെ അരിയത്ത് വന്ന് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങണതും, ഇപ്പം ഞാൻ ഇവിടെ തന്നെ വീട്ടിലേക്ക്, എൻ്റെ വീട്ടിലേക്കൊക്കെ 2 ദിവസം പോയി കഴിഞ്ഞാൽ വീട് ഉറങ്ങി, അത് 4 ദിവസത്തേക്ക് ഒരു സന്തോഷം ഉണ്ടാവും. നമ്മൾ കയറി വരുമ്പോൾ ആ വയ്യായും ക്ഷീണത്തിൻ്റെയും പേരിൽ നമുക്കൊരു സന്തോഷം. പിന്നെ നമുക്ക് ഭയങ്കര വിഷമങ്ങളായിരിക്കും നമ്മുടെ മക്കളെ കാണാത്തതിൻ്റെ പേരിൽ. അപ്പം അതുപോലെ മക്കളില്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാവുക. ആ ഒരു സന്തോഷം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവില്ല. അപ്പം ഉണ്ടാവണം. പുതിയ തലമുറയ്ക്ക് അങ്ങനെ ഒരു നല്ലൊരു സന്തോഷമുള്ളൊരു കുടുംബം, സന്തോഷം സമാധാനമുള്ളൊരു കുടുംബം ഉണ്ടാവണം ഒരു മക്കളുണ്ടായാൽ.